സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 22 വാക്യം 6. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ 22 അധ്യായം 6 തിരുവചനത്തിൽ മാതാപിതാക്കൾ എപ്രകാരം കുഞ്ഞുങ്ങളെ വളർത്തണം, ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നാം കാണുന്നത്. മാതാപിതാക്കൾ മാത്രമല്ല, അവരുടെ ഗുരുക്കന്മാർ അഥവാ അവരുടെ അധ്യാപകന്മാർ ഒക്കെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കേണ്ടത് എങ്ങനെയെന്നാണ് ഇവിടെ പറയുന്നത്. അവർ നടക്കേണ്ടുന്ന വഴിയിൽ അവരെ അഭ്യസിപ്പിക്കുവാൻ എന്തൊക്കെയാണ് ആവശ്യമായിരിക്കുന്നത്? അതിന് ഉപദേശം ആവശ്യമാണ്, പ്രബോധനം ആവശ്യമാണ്, ശാസന ആവശ്യമാണ്, ശിക്ഷ അത്യാവശ്യമാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് കുഞ്ഞുങ്ങൾ ജ്ഞാനത്തിൻ്റെ പാതയിൽ നടക്കുന്നത്. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നത്, ശാസിക്കുന്നതുമൊക്കെ വലിയ അപരാധമായി, വലിയ പാപമായി, വലിയ കുറ്റമായി ഒരു കൂട്ടർ കാണുന്നു. കുടുംബങ്ങളെ ഒന്ന് പരിശോധിച്ചാൽ മതി, നമുക്കിത് മനസ്സിലാകും. അധ്യാപകർ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചാൽ ഓടിപ്പോയി കേസ് കൊടുക്കുന്ന കാലമാണിത്. കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു വളർത്തുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അധ്യാപകരും ശാസനയും ശിക്ഷണവും അവരുടെ അധ്യാപനത്തിൻ്റെ ശൈലിയാക്കി തീർക്കണമെന്നാണ് ദൈവം പറയുന്നത്. അങ്ങനെയായാൽ നല്ലൊരു സമൂഹം, നല്ലൊരു തലമുറ നമുക്കുണ്ടാകും. തിരുവചനത്തിൽ ഇത് സംബന്ധിച്ച് വളരെയധികം കാര്യങ്ങൾ വളരെ വിസ്തൃതമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇന്ന് തിരുവചനം വിട്ടു നടക്കുന്നതിൻ്റെ അനന്തരഫലമായി ശാസനയും ശിക്ഷണവും ലഭിക്കാത്ത കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നത് കാണാം. അക്രമവാസനയുള്ളവരായി മാറുന്നത് കാണാം. ലഹരിക്ക് അടിമപ്പെടുന്നവരായി കാണാം. മാതാപിതാക്കളെയും മുതിർന്നവരെയും ആദരിക്കുകയോ ബഹുമാനിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാതെ വഷളായി പോകുന്നത് നാം കാണുന്നു. അതുമാത്രമല്ല, കുട്ടികളുടെ ഇടയിൽ ആത്മഹത്യയും പെരുകി വരികയാണ്, വർദ്ധിച്ചു വരികയാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബാലൻ അഥവാ കുഞ്ഞുങ്ങൾ നടക്കേണ്ടുന്ന വഴിയിൽ അവരെ അഭ്യസിപ്പിക്കണം. അങ്ങനെയായാൽ അവർ വൃദ്ധരായാലും ആ വഴി വിട്ടുമാറാതെ അവർ ജീവിക്കുവാനിടയാകും. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് സദൃശവാക്യങ്ങൾ 13:24 വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു എന്നാണ്. തൻ്റെ മകനെ സ്നേഹിക്കുന്നവൻ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു എന്നും വചനം പറയുന്നു. സദൃശവാക്യങ്ങളിൽ തന്നെ 29:17 നിൻ്റെ മകനെ ശിക്ഷിക്കുക, അവൻ നിനക്ക് ആശ്വാസമായി തീരും. അവൻ നിൻ്റെ മനസ്സിന് പ്രമോദം അഥവാ സന്തോഷം വരുത്തുമെന്നാണ് അവിടെ പറയുന്നത്. സദൃശവാക്യങ്ങൾ 20:30 ശിക്ഷണം അഥവാ ബാലന്മാരെ ശിക്ഷിക്കുന്നത് അവരുടെ ജീവിതത്തിലുള്ള ദോഷത്തെ അടിച്ചുവാരിക്കളയുവാൻ ഇടയാക്കുന്നു എന്നാണ്. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുമെന്ന് വചനം പറയുന്നു. എന്നാൽ അവരെ തന്നിഷ്ടത്തിന് വിട്ടാൽ അമ്മയ്ക്ക് ലജ്ജ വരുത്തുമെന്ന് സദൃശവാക്യങ്ങൾ 29:15 തിരുവചനം അനുശാസിക്കുന്നു.
പ്രത്യാശ ഉള്ളിടത്തോളം നിൻ്റെ മകനെ ശിക്ഷിക്കുക എന്നാണ് വചനം പറയുന്നത്. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുതെന്നും വടികൊണ്ട് അടിച്ചാൽ അവൻ നശിച്ചു പോകയില്ല എന്നും വചനം പറയുന്നു. വടികൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കുമെന്നാണ് വചനം പറയുന്നത്. തിരുവചനം ഇത്രയും ശക്തമായി കുഞ്ഞുങ്ങളെ ജ്ഞാനം അഭ്യസിപ്പിക്കുവാനായി ശാസനയും ശിക്ഷണവും അത്യാവശ്യം പഠിപ്പിക്കുമ്പോൾ നമ്മിൽ പലരും അഥവാ പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുവാൻ മടിക്കുന്നുവെന്ന് മാത്രമല്ല, സ്കൂളിലും കോളേജുകളിലൊക്കെ അവരെ ശിക്ഷിക്കുന്ന അധ്യാപകർക്കെതിരെ കേസ് കൊടുക്കുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ ഒരു നല്ല ഭാവി, നല്ലൊരു തലമുറ, നല്ലൊരു സമൂഹം രൂപപ്പെടുവാൻ ദൈവവചനത്തിലേക്ക് മടങ്ങി വരാം. ദൈവവചനം അനുസരിക്കാം. കുഞ്ഞുങ്ങളെ ശാസിക്കുവാൻ, ശിക്ഷിക്കുവാൻ, അവരെ തിരുത്തുന്നതിന്, അവരെ നേരായ പാതയിൽ നടത്തുന്നതിന് ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ നമുക്കനുസരിക്കാം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.